ഇതെന്താ സൂത്ര, വഴിയിൽ കിടന്നതാ, നിറയെ കഥകളും പടങ്ങളും. ദേ കണ്ടോ, ഒരു കുട്ടിച്ചാത്തൻ കുന്തത്തിൽ കയറി പോകുന്നു. ഹിഹിഹി, നല്ല തമാശ. നമ്മുടെ കഥയും ഇങ്ങനെ കാണാൻ നല്ല രസമാകും അല്ലേ സൂത്ര? എന്ത് രസം. നമ്മുടെ കഥകളൊക്കെ ഒരുപോലെയല്ലേ. എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കും, താൻ അത് പൊളിക്കും. ഞാൻ മുയലിനെ പിടിക്കും, താൻ അത് കളയും. ഇതല്ലേ സ്ഥിരം കഥ. ഈ കഥ മാറാൻ പോണില്ല സൂത്ര. ഞാൻ മിണ്ടിപ്പോകരുത്. തൻ്റെ ഒച്ച കേട്ടാലേ എനിക്ക് അരിശം വരും. സൂത്രം ഭയങ്കര ദേഷ്യത്തിലാണ്. ഇനി ദേഷ്യം മാറിയിട്ട് മിണ്ടിയാൽ മതി, അല്ലെങ്കിൽ കുഴപ്പ. ഒരു തടിയ മുയലി. സൂത്രനെ വിളിക്കണ്ട, ദേഷ്യപ്പെട്ടാലോ ഒത്തടാ ഒത്ത്. ഇനി സൂത്രന് സന്തോഷമാവും. സൂത്രോ, തന്നോട് മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? ഈ മണ്ടനെ ഞാനിന്ന് എന്താ മിണ്ടാത്തത്? ഇതും എൻ്റെ കുറ്റമാണെന്ന് പറ. ഹൗ, കഥ മാറിയപ്പോൾ എന്തൊരാശ്വാസം. സൂത്രൻ: പരീക്ഷയ്ക്ക് മുൻപ് താനല്ലേ പലതരം മുട്ടകളെപ്പറ്റി മോനെ പഠിപ്പിച്ചത്? ആ അതെ. എങ്കിൽ തനിക്കിത് കിട്ടണം. അയ്യോ, മോന് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, അറിയാമോ? എത്ര മാർക്ക് കിട്ടി? 10ൽ മുട്ട 0, അല്ല വട്ട 0. മുട്ട പരീക്ഷയ്ക്ക് പറ്റിയ മാർക്ക്. മുതലമുട്ട കാണിച്ച് മാഷ് ചോദിച്ചപ്പോൾ മൂങ്ങ മുട്ടയാണെന്നാ മോൻ പറഞ്ഞത്. ബെസ്റ്റ്. മര്യാദയ്ക്ക് മോനെ വൃത്തിയായി പഠിപ്പിക്കാൻ ഒരാളെ കൊണ്ടുവാ. തന്നെ കൊണ്ട് നടപ്പില്ലെന്ന് എനിക്ക് മനസ്സിലായി. നാളെയും ഇതേ പരീക്ഷയുണ്ട്. അതിലും ഇതാണ് മാർക്കെങ്കിൽ തൻ്റെ നടു ഞാൻ ഒടിക്കും. അതിപ്പോഴേ ഒടിഞ്ഞു. ആ മണ്ടൻ പയ്യന് ഞാൻ എത്ര തവണ പറഞ്ഞു കൊടുത്തതാണെന്ന്. പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല പോലും. മരങ്ങോളം മണ്ടൻ. ഓരോ ജന്മങ്ങൾ കയറി വന്നോളും കല്ല് കൊള്ളിക്കാൻ. എന്താ പ്രശ്നം? അയ്യോ, ചേട്ടനെ പറ്റിയല്ല, ഇത് വേറൊരു ജന്മത്തെ പറ്റിയാ. പരീക്ഷ പ്രതീക്ഷിച്ച മാർക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. മുട്ടയറിയൽ പരീക്ഷയ്ക്ക് കടിയൻ ചേട്ടൻ്റെ മോന് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. അത് കാരണം സൂത്രന് പ്രതീക്ഷിച്ച തല്ല് കിട്ടി. ഇത് നിസ്സാരമായി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ്. പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട പരിശീലനം കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ എത്ര പിള്ളേർക്ക് പ്രതീക്ഷിച്ച മാർക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നതാണ്. ആണോ? എങ്കിൽ ഞങ്ങളുടെ കൂടെ വരാമോ? ചേട്ടന് നല്ല പണിയാവും. ആ പയ്യനൊരു മണ്ടന. മുതലമുട്ട കണ്ട് മൂങ്ങമുട്ടയാണെന്ന് പറഞ്ഞു. പഠിപ്പിക്കാൻ മുട്ട വേണ്ടേ? മുട്ടയോ? അതൊന്നും വേണ്ട. പിന്നെ എങ്ങനെ മുട്ടയെപ്പറ്റി പഠിപ്പിക്കും? വരച്ച് കാണിക്കുന്നു. അതിന് മുട്ടയെപ്പറ്റി ആര് പഠിപ്പിക്കുന്നു? പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതല്ലേ പ്രശ്നം. അതായത് പ്രതീക്ഷ ശരിയാകുന്നില്ല. ശരിയായ രീതിയിൽ എങ്ങനെ പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നത്. സൂത്ര, എൻ്റെ ഒരു അമ്മാവൻ്റെ മോൻ വന്നിട്ടുണ്ട്. എപ്പോഴും തരികള സംശയങ്ങളാ. ചേട്ടാ ഒരു സംശയം. എത്തി. ചേട്ടാ, കായ ഉണ്ടാകുന്നത് മരത്തിലോ മൃഗത്തിലോ? കായ ഉണ്ടാകുന്നത് മരത്തിൽ. എങ്കിൽ ഞാനൊരു മരം കണ്ടു ചേട്ടാ, കറുത്ത കായ ഉണ്ടാകുന്ന മരമാണ്. ചേട്ടാ, കറുത്ത കായ എന്താ വരിയായി നിൽക്കുന്നേ? വരിയായി നിൽക്കുന്നതും പിരിയായി നിൽക്കുന്നതും ഒക്കെ കായയുടെ സൗകര്യം. കൊമ്പൊക്കെ ഉണ്ട് ചേട്ടാ. കറുത്ത കായ്ക്ക് കൊമ്പോ? കായ്ക്കല്ല, മരത്തിനാ കൊമ്പ്. ഈ മണ്ടൻ ചേട്ടൻ കേട്ടില്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും നമ്മളെ ഒരു വിലയില്ല. എന്തിനാ ചേട്ടാ മരത്തിന് രോമം തൂങ്ങി നിൽക്കുന്നത്? മരത്തിന് രോമമോ? മോനെ, മരത്തിനാവുമ്പോൾ രോമം എന്നല്ല, വള്ളി എന്നാ പറയുക. കുറുക്കൻ ചേട്ടാ, എന്തിനാ മരം ശബ്ദം ഉണ്ടാക്കുന്നത്? എന്ത് ശബ്ദം? ശിലിശിലു, കുടുകുടു, ബടബട എന്നൊക്കെ. കാറ്റുണ്ടായിരുന്നോ? മരത്തിന് കൊമ്പും കാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാറ്റുണ്ടായിരുന്നില്ല കുറുക്കൻ ചേട്ടാ. മരത്തിനല്ല, ചുറ്റും കാറ്റ് വീശിയിരുന്നോ എന്ന്. ചുറ്റും കാറ്റ് വീശി, പക്ഷേ മരം വീശിയില്ല കുറുക്കൻ ചേട്ടാ. കാറ്റുള്ളത് കൊണ്ടാ മരത്തിന്ന് ശബ്ദം. അതെന്താ കുറുക്കൻ ചേട്ടാ? കുടുകുടു കുടുകുടു എന്ന ശബ്ദം, കൊമ്പുകൾ കൂട്ടിയിടിച്ചത്. ശലിശലു, ഇലകൾ ഇളകിയത്. പടപട ശബ്ദം. പടപട അല്ല സൂത്ര, ഭടപട. ഭടപട, കായ്കൾ കാറ്റത്ത് വീണത്. കായകൾ കാറ്റത്ത് വീണില്ല കുറുക്കൻ ചേട്ടാ. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും വീണതാവും. അതെയല്ലേ?
കണ്ടോ, ഇങ്ങനെ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പിള്ളേര് മണ്ടാന്ന് വിളിക്കില്ല. പക്ഷേ ക്ഷമയോടാൻ പറ്റണ്ടേ? കുറുക്കൻ ചേട്ടാ, ഞാൻ കണ്ട മരം ദാ വന്നു. ഇങ്ങേരാണോ മരം? അതേനേ, കഴുത്തിൽ കായ, തലയിൽ കൊമ്പ്, പിന്നെ താടിയിൽ വള്ളി. വികലമായ പകലിൻ മുകിലിനു താഴെ പുകിലുണ്ടാക്കുന്ന സകല ജീവികളിലും നിന്നും അകലം പാലിക്കണം. അടുത്തു വന്നു തടുത്തു നിർത്തി കടുത്ത ചോദ്യങ്ങൾ തൊടുത്തുവിട്ട ഈ തുടുത്ത കടുവാക്കുട്ടിയെ കൊണ്ടു ഞാൻ മടുത്തു. കണ്ടോ, ശുലുശുലു കുടുകുടു ശബ്ദവും ഉണ്ട്. സൂത്രൻ: ബോറടിച്ചിട്ട് വയ്യ, അതാ വിളിച്ചത്. തീരെ വയ്യെങ്കിൽ വൈദ്യരെ കാണുന്നതാ നല്ലത്. ആ വയ്യ അല്ലടോ, ബോറടി മാറ്റാൻ വല്ല തമാശയും ഉണ്ടാക്ക്. ചിരിക്കാൻ പറ്റണം. തമാശയോ? അതത്ര എളുപ്പമല്ല ചേട്ടാ. ബോറടി വന്നാൽ എനിക്ക് ചിരിക്കണം, അല്ലെങ്കിൽ ആരെയെങ്കിലും ഇടിക്കണം. രണ്ടാമത് പറഞ്ഞതാ കുറച്ചുകൂടി എളുപ്പം, അല്ലേ സൂത്ര? ഏതാ നിനക്ക് വേണ്ടത്? നിനക്ക് തന്നെ തീരുമാനിക്കാം. തമാശ ഉണ്ടാക്കാം, അതാ ഈസി. സൂത്ര, തമാശ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞാൽ ഞാനും ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. ശശ്, ഞാൻ ആലോചിക്കുകയാണ്, മിണ്ടാതിരി. കിട്ടി. പേരിലെ അക്ഷരം മാറ്റി തമാശയുണ്ടാക്കാം. പേരിലെ അക്ഷരം മാറ്റാനോ? അക്ഷരം മൊത്തം മാറ്റിയാൽ പിന്നെ പേരുണ്ടാവും. അതല്ലടോ ചേട്ടാ, രണ്ട് പേരുകളുടെ ആദ്യത്തെ അക്ഷരം തമ്മിൽ മാറ്റുക. അത് നല്ല തമാശയായിരിക്കും. ഉദാഹരണത്തിന്, ഞങ്ങൾ രണ്ടുപേരും ചേട്ടനോട് പറയുന്നു, ഞങ്ങളുടെ പേര് ക്ഷേത്രനും സൂരുവും. സൂത്രനും ഷേരുവും എന്നതിലെ ആദ്യത്തെ അക്ഷരം മാറ്റി പറഞ്ഞതാ ക്ഷേത്രനും സൂരുവും. അഹഹ, ഓഹോ, അഹഹ. ഇതുപോലെ രണ്ടു പേരെ വീതം ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അഹഹ. അവർ അക്ഷരം മാറ്റി പറയുന്നത് കേട്ടാൽ ചേട്ടൻ ചിരിച്ചു മണ്ണ് കപ്പും. അജഗജനും ബബ്ബപ്പനും കൂടി വന്നാൽ ബജഗജനും അബ്ബപ്പനും എന്ന് പറയും. ഹഹ. അബ്ബപ്പനോ? ഹഹ. സൂപ്പർ, താൻ ആളെ വിട്. അബ്ബപ്പൻ. ഹഹ. ഹാവൂ, രക്ഷപ്പെട്ടു. പണി ഈസിയായി. തനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാര്യം പറഞ്ഞ് രണ്ടുപേരെ വീതം വിട്ടാൽ മതിയല്ലോ. അബ്ബപ്പൻ. ഹിഹിഹി. മനസ്സിലായല്ലോ, രണ്ടുപേരെ വീതം വിടണം. ഞാൻ ഇവിടെ കാണും. സൂത്ര, കടിയൻ തല്ലാൻ വരുന്നേ. തമാശക്കളി പൊളിഞ്ഞു. പേര് മാറിയില്ല. കടിയന് ദേഷ്യം വന്നു. മാറിയില്ലേ? താൻ ആരെയാ അങ്ങോട്ട് വിട്ടത്? കരിഞ്ഞുണ്ണിയെയും കരിനാക്കനെയും. സൂത്രൻ: അയ്യോ, വിശന്നിട്ട് വയ്യേ. വല്ലതും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ. നല്ല മഴക്കാറുണ്ടല്ലോ. അതിന് മഴക്കാർ തിന്നാൻ പറ്റില്ലല്ലോ. അത് കണ്ടോ, കുന്നിൻ്റെ മുകളിൽ മിന്നൽ. ഥക്ക്. ഓ, ആ പരുന്തിൻ്റെ കയ്യിൽ നിന്ന് വീണതാ. ഏതായാലും നമുക്ക് തിന്നാനുള്ളത് കിട്ടി. ഹിഹിഹി. ആ പരുന്തും ഇതുപോലെ താഴെ വീഴുമോ സൂത്ര? എടോ, ഇപ്പോഴാ ഓർത്തത്. മണ്ടനെ ഒന്ന് പറ്റിക്കാം. തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോഴല്ലേ ആ കുന്നിൽ മിന്നലടിച്ചത്? അതെ, അതിന് ഇതെന്തോ അത്ഭുത വിദ്യയാണോ എന്ന് എനിക്കൊരു സംശയം. ഏത് മിന്നലടിക്കുന്നതോ? അല്ലടോ, കുന്നിൽ മിന്നലടിക്കുന്ന നേരത്ത് ആഗ്രഹിച്ചാൽ നമുക്ക് തിന്നാൻ കിട്ടും എന്നാണെങ്കിലോ? ഞാനും ആഗ്രഹിച്ചാലോ സൂത്ര? അതിന് മിന്നലടിക്കണ്ടേ? എങ്കിൽ മിന്നലടിക്കാൻ ആഗ്രഹിച്ചാലോ? അതാ മിന്നൽ, വേഗം ആഗ്രഹിച്ചോ. ഹിഹിഹി. എനിക്കും ഒരു ഇറച്ചി കഷ്ണം കിട്ടണേ. കിട്ടി. ഷടാ, അപ്പോൾ സംഗതി സത്യമാണോ? ഇതും പരുന്തിൻ്റെ കയ്യിൽ നിന്ന് വീണതാ. ഏതായാലും ഇതൊരു പുതിയ കണ്ടെത്തലാ. കാട് മുഴുവൻ അറിയിക്കണം. ശ്രദ്ധിക്കുക, കൺകെട്ടിക്കുന്നിൽ മിന്നലടിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചാൽ ആഹാരം കിട്ടും. ഇത് താൻ കാട്ടിൽ മൊത്തം എഴുതി വെച്ചോ. ഷേരുവിൻ്റെ എഴുത്ത് എന്തായോ എന്തോ, പോയി നോക്കാം. ആഹാരം പോകുമെന്നോ? ഈ മണ്ട നേരെ ഓപ്പോസിറ്റാണോ എഴുതിയത്? സൂത്രാ, എടോ, താൻ എന്താ ഈ എഴുതി വച്ചിരിക്കുന്നത്? അത് പറയാനാ ഞാൻ വന്നത്. നമുക്ക് എഴുതാൻ ഒറ്റ പാറ ഇല്ല. ഇത് മൊത്തം ആ പരുന്ത് എഴുതിയതാ. സൂത്രൻ: എന്നിട്ട് ഞാൻ സൂത്രൻ്റെ മുതുക് ചൊറിഞ്ഞു കൊടുത്തപ്പോൾ മുതുകിൽ മരപ്പശ പറ്റി. ഓഹോ, ഈ ശേരി ചേട്ടൻ്റെ ഒരു കാര്യം.
മുർ. ഓഹോ, ഇത് വലിയ ശല്യമായല്ലോ. ഉറങ്ങാനും സമ്മതിക്കില്ല. ഒന്ന് പതുക്കെ. മരപ്പശ ഞാൻ മണത്തപ്പോൾ മൂക്കിലും മരപ്പശ. പിന്നെയും തുടങ്ങി. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, ഞാൻ ഈ കാണുന്ന പോലെയൊന്നുമല്ല. ഉള്ളിലൊരു മൃഗം ഉറങ്ങിക്കിടപ്പുണ്ട്. അറിയാമോ? മൃഗമോ? അതേടോ, കണ്ടാൽ ഞാനൊരു പാവമാണ്, പക്ഷേ ഉള്ളിലൊരു സിംഹം ഉറങ്ങിക്കിടപ്പുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. കേട്ടില്ലേ? ഗുഹയുടെ ഉള്ളിൽ ഏതോ സിംഹം ഉറങ്ങിക്കിടക്കുന്നു. അങ്ങേര് ഉണർന്നാൽ പ്രശ്നമാ. ഓടിക്കോ. അയ്യോ. എടോ മണ്ടച്ചാരേ, ഗുഹയുടെ ഉള്ളിൽ സിംഹമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനത് ആലങ്കാരികമായി പറഞ്ഞതാ. ഉള്ളിൽ സിംഹം ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നാ. അതാണോ? ഞാൻ പോയി ഇത് അവന്മാരോട് പറഞ്ഞിട്ട് വരാം. ഓരോരോ മണ്ടന്മാരെ ഫ്രണ്ടായിട്ട് കിട്ടിയാലത്തെ പൊല്ലാപ്പേ. എടോ, കടിയേ, താൻ സിംഹത്തെ തിന്നുമല്ലേ? എന്നാ പിന്നെ തിന്നടോ എന്നെ. താൻ സിംഹത്തെ തിന്നെന്ന് ഞാനാ എല്ലാവരോടും പറഞ്ഞത്. ഉള്ളിൽ സിംഹമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? സൂത്രൻ. പുതിയ വള്ളിക്കേസ് തേടി സൂത്രനും ഷേരുവും രാവിലെ നടക്കാറിറങ്ങി. എന്തോ മണം. അയ്യടാ, ഇറച്ചി കഷ്ണം. ഒരെണ്ണമേ ഉള്ളൂ. മണ്ട ഷേരു കാണാത്തത് ഭാഗ്യം. ഇപ്പോൾ കണ്ടതായി ഭാവിക്കണ്ട, നടക്കാം. ഇനി നമ്പർ ഇറക്കാം. അയ്യോ, മറന്നു. ഇന്ന് കടുവാമിന്നൽ ഉണ്ടാകുന്ന ദിവസമോ? കടുവാമിന്നലോ? അതെ, കടുവകൾക്ക് മാത്രം ഏൽക്കുന്ന മിന്നല. പേടിക്കണ്ട, ഈ മരക്കൊമ്പിന് താഴെ ഇരുന്നാൽ കടുവാമിന്നലേൽക്കില്ല. താൻ ഇവിടെ ഇരി, ഞാനിപ്പോൾ വരാം. താനെന്താ തിരിച്ചു പോകുന്നത്? ഒരു സാധനം എടുക്കാൻ മറന്നു. താൻ മരക്കൊമ്പിന് താഴെ തന്നെ ഇരിക്കണേ. അയ്യോ, ഒറ്റയ്ക്കിരുന്നിട്ട് പേടിയാവുന്നു. കടുവാമിന്നൽ വന്ന സൂത്രനെ കാണാനില്ലല്ലോ. കഴിയുണ്ട്. സൂത്ര, ഞാനെത്തി. തന്നോട് പറഞ്ഞതല്ലേ മരക്കൊമ്പിൻ്റെ താഴെ തന്നെ ഇരിക്കാൻ? മരക്കൊമ്പിൻ്റെ താഴെ തന്നെയാ. ഹായ്, ഇറച്ചി കഷ്ണം. ഇതെവിടുന്ന് കിട്ടി? സൂത്രൻ. കാലിന് ഭയങ്കര വേദന. തടി കൂടിയിട്ട. കാലിന് മാത്രമായി തടി കൂടുമോ? അതല്ലടോ, തൻ്റെ തടി കൂടിയാൽ കാലിന് വേദന വരും. നമ്മുടെ തടി മുഴുവൻ താങ്ങുന്നത് കാലിലല്ലേ? അത് ശരിയാ, പക്ഷേ എങ്കിൽ മുതുകുവേദനയും വരണ്ടേ? മുതുകുവേദനയും? അതെങ്ങനെ? കിടക്കുമ്പോൾ നമ്മുടെ തടി താങ്ങുന്നത് മുതുകല്ലേ? വാ, വൈദ്യരെ ഒന്ന് കാണാം. വൈദ്യർ സ്ഥലത്തില്ല. അതാരാ പറഞ്ഞത്? ഞാനാ. വൈദ്യർ സ്ഥലത്തില്ല, പക്ഷെ തടി കൂടിയോ എന്നറിയാൻ ഞാൻ സഹായിക്കാം. എങ്ങനെ? അതിനല്ലേ ചില്ലച്ചാട്ടം. ഞാൻ കാണിച്ചു തരുന്ന മരത്തിൻ്റെ ചില്ലയിൽ കയറി നിന്ന് 10 ചാട്ടം ചാടും. മരക്കൊമ്പിൽ നിന്ന് ചാടുമ്പോൾ പൊഴിയുന്ന ഇലകളുടെ എണ്ണം നോക്കി തടി കൂടിയോ എന്ന് പറയാം. വണ്ടം പരിപാടിയാണല്ലോ. ചേട്ടൻ ഈ മരത്തിൽ കയറി 10 ചാട്ടം ചാടും. ഇതാണ് തടി നോക്കുന്ന മരം. നിങ്ങൾ ചാടി കളിക്കും, ഞാനില്ല ഈ പരിപാടിക്ക്. പോകുന്നവർ പോട്ടെ, ചേട്ടൻ ചാട്. പിടിച്ചു നിന്ന് ചാടണം, വീഴരുത്. 1, 2, 10. തീർന്നു. 12 ഇല കൊഴിഞ്ഞു. കടുവകൾക്ക് നോർമൽ 10 ചേട്ടന് തടി കുറച്ച് കൂടുതൽ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ തടി നോക്കാമോ? പിന്നെന്താ, വിളിച്ചോ. ഞാൻ ഈ മാളത്തിലുണ്ടാകും, എന്നിട്ട് വിളിച്ചാൽ മതി. വാ, തടി നോക്കാൻ ആളെത്തി. വന്നു. എൻ്റെ തടി വരാം. തന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി 10 ചാട്ടം തീർത്തു വെച്ചു. ഇനി പറ, ഇവരിൽ ആർക്കാ കൂടുതൽ തടി? സൂത്രൻ. ശരി ചേട്ടാ, ഇച്ഛാഭംഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എവിടെ നിന്ന് കിട്ടി ഈ വാക്ക്? മാഷ് പറഞ്ഞതാ, പരീക്ഷയിൽ തോറ്റ് ഇച്ഛാഭംഗം വരരുതെന്ന്. എങ്കിലിത് തോറ്റവൻ്റെ അച്ഛൻ്റെ പേരാ. കുട്ടി തോറ്റാൽ അച്ഛൻ മാഷെ കാണാൻ വരുമല്ലോ. ഇതൊന്നുമല്ല. ഇച്ഛ എന്ന് പറഞ്ഞാൽ ഈച്ച എന്നായിരിക്കും. അപ്പോൾ ഈച്ചയുടെ പങ്ക് എന്നാണോ? ഇച്ഛ അല്ല ചേട്ടാ, ഇച്ഛ. കുഴപ്പം പിടിച്ച വാക്ക. നമുക്ക് സൂത്രനോട് ചോദിക്കാം. സൂത്ര,
സൂത്ര, ഈ കഴുതമ്മനൊരു സംശയം. ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താ ചേട്ടാ? ഹോ, വന്നോളൂ ഉറക്കം കളയാനായിട്ട്. സമാധാനമായി ഒന്ന് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കില്ല. വാക്കിൻ്റെ അർത്ഥമൊക്കെ വല്ല അജഗജനോടും പോയി ചോദിക്കടേ. ഉറക്കത്തിൽ വല്ലതും ചോദിച്ചാൽ പണ്ടേ സൂത്തൻ്റെ മൂട് പോകും. ഉറക്കത്തിലല്ലല്ലോ, നമ്മൾ ഉണർത്തിയിട്ടല്ലേ ചോദിച്ചത്. നമുക്ക് അജഗജനെ കണ്ടുപിടിക്കാം. എൻ്റെ കാട്ടുമുത്തപ്പ, അജഗജൻ ഉറങ്ങല്ലേ. അതാ അജഗജൻ വേറൊരു കുട്ടിക്ക് എന്തോ പറഞ്ഞു കൊടുക്കുകയാ. മാർക്ക് കുറഞ്ഞതോർക്കുമ്പോൾ കണ്ണീർ വാർക്കുകയല്ല, ഓർ കുതിരയെപ്പോലെ നേർക്കുനേർ ചെന്ന് തീർക്കുകയാണ് വേണ്ടത്. അജഗജൻ മാഷേ, ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥമറിയാത്തവർ സ്വാർത്ഥത കാണിക്കുന്നത് വ്യർത്ഥമാണ്. പഴുതില്ലാതെ പറയാം, പുഴു തിന്നാത്ത ഇലയിൽ കഴുതമോൻ കൈവഴുതാതെ ഉഴുതുമറിക്കും പോലെ. എഴുതിക്കോളൂ. വഴുതാം അല്ല, എഴുതാം. ഇച്ഛാഭംഗമെന്നാൽ ഇച്ഛകൾ തുച്ഛമായി സ്വച്ഛത പോയി സ്വയം പുച്ഛിക്കപ്പെടുക. സംഗ്രഹിച്ചു പറയാം, ആഗ്രഹത്തിൻ്റെ വിഗ്രഹം നിഗ്രഹിക്കപ്പെടുക. മനസ്സിലായില്ലേ? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവരെ ഓട്ടിച്ചു വിട്ടു. പാവങ്ങൾ. അങ്ങോട്ട് ചെന്ന് അർത്ഥം പറഞ്ഞു കൊടുത്തേക്കാം. കുട്ടിയല്ലേ? ആ, അതാ വരുന്നു. മോനെ, ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ നിരാശ, അത്രയേ ഉള്ളൂ. ആ, ചേട്ടൻ്റെ മൂഡ് ഓക്കെ ആയോ? എങ്കിൽ ഇതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞു തരാമോ? തുച്ഛം, സ്വച്ഛത, സംഗ്രഹിച്ചു, വിഗ്രഹം, നിഗ്രഹിക്കുക. ഹോ, വന്നോളും ശല്യപ്പെടുത്താനായിട്ട്. സമാധാനമൊന്നും നടക്കാൻ സമ്മതിക്കില്ല. സൂത്രം, ചേട്ടനെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല. യാത്രയല്ലേ യാത്ര. ഞാനിവിടെ ആദ്യമായാണ് വരുന്നത്. യാത്ര ചെയ്താലേ അനുഭവങ്ങൾ ഉണ്ടാവൂ. സ്വാനുഭവങ്ങളിൽ നിന്നേ പലതും പഠിക്കൂ. എന്തിൽ നിന്ന്? സ്വാനുഭവം, അതായത് സ്വന്തം അനുഭവം. അങ്ങനെ പഠിച്ചാലേ നമ്മുടെ ബുദ്ധി വളരൂ എന്നാണ് സ്വജീവിതം എന്നെ പഠിപ്പിച്ചത്. സ്വജീവിയല്ലേ സ്വജീവിതം, സ്വന്തം ജീവിതം എന്നർത്ഥം. കൂട്ടുകാരന് സ്വാനുഭവം കുറവാണ് അല്ലേ? ആഹാ, ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് സുൻതൻ. പോട്ടെ, സ്വഗുഹയിൽ എത്തും മുൻപ് കുറെ കൂടി സ്വാനുഭവം സമ്പാദിക്കാനുണ്ട്. സ്വഗുഹ എന്ന് പറഞ്ഞാൽ സ്വന്തം ഗുഹ എന്നു തന്നെ. സ്വന്തം എന്നതിന് ചുരുക്കി സ്വ എന്ന് ചേർത്ത് പറയാറുണ്ട്. അത് ശരി, അപ്പോൾ സ്വന്തം കൈ എന്നതിന് സ്വകൈ എന്ന് പറയാമല്ലേ? അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അയ്യോ കടിയേ. അമ്മോ, മുഖത്തെ ഭാവം അത്ര ശരിയല്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. എന്താടാ പിറുപിറുക്കുന്നത്? അത് ചേട്ടൻ്റെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് സൂത്രം പറഞ്ഞതാ. സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവം എന്നല്ലേ സൂത്രൻ? അയ്യോ, നില്ലടാ അവിടെ. എടാ, നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. എൻ്റെ അമ്മേ. എന്താ ശരി? ഇവനെ പിടിക്കണം, ഇല്ലെങ്കിൽ കടിയൻ്റെ ഇടിയാ ഇടി. എന്നെ കടുവ പിടിച്ചേ. എൻ്റെ അമ്മേ, ഞാനും വരാം. എടാ നിൽക്കാൻ. അയ്യോ, കുറുകനും പിടിച്ചേ. ഓടുന്നെങ്കിൽ നിലത്ത് കൂടി ഓടറാ ദുഷ്ട. എന്തിനാ ഈ മല കയറുന്നത്? എന്താ ശരി പ്രശ്നം? സ്റ്റോപ്പടാ, കിലോമീറ്റർ കുറേയായി. കടിയൻ പറഞ്ഞ ഒരു കാര്യം ഇവനോട് പറയാനാ. എന്നെ രക്ഷിക്കണേ. രക്ഷിക്കാമടാ, ഒരു കാര്യമെന്ന് പറഞ്ഞോട്ടെ. ആ, ഇപ്പോൾ പിടിക്കും ഞാൻ നിന്നെ. എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാണ്. പിടിച്ചടാ, പിടിച്ച്. ഡേയ്, ഇനി ഇവനോട് പറയാനുള്ള കാര്യം പറഞ്ഞോ. ഹാവൂ, പറയട്ടെ? താൻ ധൈര്യമായിട്ട് പറയടാവും. ശശ്, ഉറങ്ങിക്കിടക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കരുത്, മനസ്സിലായോ? ഇനി പൊയ്ക്കോ. ആരുറങ്ങുമ്പോഴാണ് ഇവൻ ഒച്ച ഉണ്ടാക്കിയത്? കടിയനോ? ഏയ്, കടിയൻ സ്ഥലത്തില്ല. കടിയൻ്റെ മോൻ ഉറങ്ങുമ്പോൾ എന്നെ നോക്കാൻ ഏൽപ്പിച്ചതാ. കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ടാടാ പോയത്? സൂത്രൻ രാവിലെ ശരി നടക്കാറ്. കുതിര മുയലിനെ ഓട്ടിച്ചിട്ട് പിടിക്കുന്നു. എന്റെ അമ്മേ, ഈ കുതിര മുയലിനെ തിന്നുമോ? മുയലിനെ തിന്നുന്ന കുതിര എന്റെ കാട്ടുമുത്തപ്പാ. സൂത്ര, താൻ കണ്ടോ? ദേ, ഒരു കുതിര മുയലിനെ ഓട്ടിച്ചിട്ട് പിടിക്കുന്നു. ഇറച്ചി തിന്നുന്ന കുതിരയാണോ?
വേറെ ആരെങ്കിലും അവന്മാരുടെ പിന്നാലെ ഉണ്ടാകുമടോ? ആ, അത് ഞാൻ നോക്കിയില്ല. ആ, ഇതാ തന്റെ കുഴപ്പം. താൻ വാ നോക്കാം. കണ്ടോ കണ്ടോ, അവൻ ഇതുവരെ മുയലിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ദേ ഒരു കുരങ്ങ് അവരുടെ പിന്നാലെ. ആ, കുരങ്ങന്റെ പിന്നാലെ ആരെയും കാണുന്നില്ലല്ലോ. ശരു, സംഗതി കുഴപ്പമാ. എന്താ കുഴപ്പം? ആ കുരങ്ങൻ പെശക. കുതിരയും മുയലും പേടിച്ചോടുന്നത് കണ്ടില്ലേ? അയ്യോ, അപ്പൊ അവനാണോ ഇറച്ചി തിന്നുന്നവൻ? ആയിരിക്കും. എടാ ഭയങ്കര, കുതിരയെ തിന്നുന്ന കുരങ്ങനെ വച്ചോണ്ടിരിക്കാൻ പാടില്ല. എറിയടാവനെ, അടിയടാവനെ. പേടിക്കണ്ട കുതിരച്ചാരെ, ഇവന്റെ കാര്യം ഞങ്ങളേറ്റു. അയ്യോ, ദ്രോഹികളെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അറിയിപ്പ്: പരിശീലനത്തിനിടയിൽ പരിക്കേറ്റ കോക്രി കുരങ്ങൻ ഓട്ട മത്സരത്തിൽ നിന്ന് പിന്മാറി. സൂത്രൻ: ചേട്ടാ എങ്ങോട്ടാ? അക്കരയ്ക്ക് ഒരു ഫ്രണ്ടിനെ കാണണം. പക്ഷെ പാലം പൊളിഞ്ഞു കിടക്കുക, ഇതുവഴി പോകാൻ പറ്റില്ല. പാലം പൊളിഞ്ഞു എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത്? ഇത്തരം പ്രധാന കാര്യങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യണം. കാട്ടിൽ എല്ലാവരും അറിയണം. അനൗൺസ്മെന്റിന് പറ്റിയ ആളെ താൻ കണ്ടുപിടിക്കേ. തന്റെ മുതുക് പാലം പോലെയായി. ഇനി അനൗൺസ്മെന്റിന് ഒരുത്തിനെ കിട്ടണം. കുറെ പേർ വേണ്ടി വരും. കാട്ടിൽ എല്ലാവരും അറിയണ്ടേ? എടോ, എല്ലാവരും അറിയണമെന്ന് കടിയൻ പറഞ്ഞാൽ കടിയൻ അറിയണം എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ എല്ലാവരും കടിയനാണോ? ആ, ഒരു കൂവലുകാരൻ കുരങ്ങനുണ്ട്. ഇടിവെട്ട് പോലത്തെ ശബ്ദമാ. ചേട്ടാ, ആളെ കിട്ടി. ഇവൻ ഇവിടെ പറഞ്ഞാൽ അടുത്ത കാട്ടിൽ വരെ കേൾക്കും. അടുത്ത കാട്ടിലും എല്ലാവരും അറിയും. ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. പാലം പൊളിഞ്ഞു. അമ്പടാ, ഇവൻ മതി. കേൾക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ദാ, ആ മരത്തിലിരുന്ന് പറഞ്ഞാൽ മതി. കാട്ടിലെ പ്രധാന കാര്യങ്ങളെല്ലാം പറയണം. മഴ വരുന്നു, ഇന്ന് വൈദ്യരില്ല, ബബ്ബന് പനി. എന്റെ ജോലി പോയി. എന്നെ ഏർപ്പാടാക്കി നിങ്ങളെയും കടിയാൻ അന്വേഷിക്കുന്നുണ്ട്. എന്ത് പറ്റി? സ്ഥിരമായി കൂവല് കേട്ടിട്ട് കടിയന് ചെവി വേദന. ഒരാഴ്ച ചെവിക്ക് റെസ്റ്റ് കൊടുക്കാൻ വൈദ്യര് പറഞ്ഞത്രേ. സൗണ്ട് കുറയ്ക്കാൻ കടിയൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ കസ്റ്റമേഴ്സ് കടിയൻ മാത്രമല്ലല്ലോ. സ്ഥിരമായി അനൗൺസ്മെന്റ് കേട്ട് വിവരമറിയുന്നവരുണ്ട്. അവരും കാര്യമറിയട്ടെ എന്ന് കരുതി സൗണ്ട് കുറച്ചു എന്ന് അനൗൺസ്മെന്റ് ചെയ്തു. സൂത്രനെ കടിയൻ വിളിക്കുന്നു. എടോ, നമുക്ക് ആ ബബ്ബനെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ടി വരും. അതെന്തിനാ? കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അങ്ങേര് എന്നെ ഒരു നോട്ടം. ഞാനങ്ങേര് തല്ലാൻ പ്ലാൻ ഇട്ടോ എന്ന് തോന്നുന്നു. നോട്ടം കണ്ട. താൻ ഇട്ടോ? എന്ത് പ്ലാൻ? എടോ, ഞാനങ്ങേരുടെ നോട്ടത്തിന്റെ ഒരു വിശേഷണം പറഞ്ഞതാ. തല്ലാൻ പ്ലാൻ ഇട്ടില്ല എന്ന് ബബ്ബനോട് ചെന്ന് പറഞ്ഞാലോ? അതെന്തിനാ? അത് കേട്ടാ സന്തോഷിക്കും. താനല്ലേ പറഞ്ഞത് ബബ്ബനെ സന്തോഷിപ്പിക്കണമെന്ന്? എന്തെങ്കിലും സമ്മാനം കൊടുക്കണം, അതേ വഴിയുള്ളൂ. താൻ ആ കിളിയെ കണ്ടോ? ചിരിച്ചോണ്ട് കിടക്കുന്ന കിളി. അത് ശരിക്കും ചിരിയല്ല. പിന്നെ ആ കിളി ഈ മരത്തിന്റെ പഴം തിന്നത് കൊണ്ടാ. ചിരിച്ചോണ്ടുള്ള ആ പറക്കൽ കണ്ടാലേ ചിരി വരും. എനിക്ക് ഓർത്തിട്ട് തന്നെ ചിരി വരുന്നു സൂത്ര. ഐഡിയ. എടോ, നമുക്ക് ഈ പഴം ബബ്ബന് സമ്മാനമായി കൊടുക്കാം. പുള്ളിക്ക് സന്തോഷമാകും. താൻ പോയി ബബ്ബനെ വിളിച്ചു കൊണ്ടുവാ. ഞാൻ പഴം പറിച്ച് റെഡിയാക്കി വെക്കാം. ബബ്ബൻ പഴം തിന്ന ഓർത്തിട്ട് തന്നെ ചിരി വരും. മതി, ആനയെ ചിരിപ്പിക്കാൻ ഇത്രയും മതി. ചേട്ടാ, ചേട്ടന് വേണ്ടി പ്രത്യേകമായി പറിച്ചു വെച്ചതാ. ഇത് തിന്ന. ശരി പറഞ്ഞു. ഇതൊക്കെ നടക്കുമോ? നടക്കുമെന്നേ. ചേട്ടൻ തിന്നു നോക്ക്. പറ്റുന്നില്ലല്ലോ.
എന്ത് പറ്റില്ലെന്നും? പറക്കാൻ പറ്റുന്നില്ല. ശരി പറഞ്ഞല്ലോ, ഇത് തിന്നാൽ തിരിച്ചുകൊണ്ട് പറക്കാൻ പറ്റുമെന്ന്. ശരാ, എന്തു പറ്റി? ആ കിളി പറഞ്ഞതാണല്ലോ. സൂത്രൻ, ഈ കാട് കാണാൻ വന്നതാ. നാളെ തിരിച്ചു പോകും. പക്ഷെ കാലിനൊരു വേദന, നടക്കാൻ ബുദ്ധിമുട്ടാ. 3 വൈദ്യരെ കണ്ടാൽ മതി. പക്ഷെ വൈദ്യരെ കണ്ടാൽ എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. നാളെ നടക്കാൻ പറ്റുമല്ലോ അല്ലേ? നാളെ തന്നെ പോകേണ്ടതാ. പറ്റുമെന്നേ. അദ്ദേഹം ചില്ലറക്കാരനല്ല. കാര്യം വിശദമായി പറഞ്ഞാൽ മതി. കാര്യം പറഞ്ഞാൽ മതിയല്ലേ? മതി, പറഞ്ഞാൽ മതി. നടക്കുമെന്ന കാര്യത്തിൽ ചേട്ടൻ സംശയിക്കുകയേ വേണ്ട. ആ ശരി, ആളെ കാണിച്ചു തരും. ശരി, ഈ ചേട്ടനെ ഞാൻ കേട്ടു. നടക്കുന്ന കാര്യമല്ലേ? അതെ, പുള്ളിയെ ഈ ചേട്ടനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അത് വേണോ? വേണം. നമ്മുടെ കാട്ടിൽ വന്നവർക്ക് നമ്മൾ വേണ്ടേ ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ? സ്പീഡ് കുറയ്ക്ക്, എനിക്ക് നടക്കാൻ വയ്യ. ഈ ശരിയൊന്ന് ചില സമയത്ത് വല്ലാത്ത മടിയ. സത്യത്തിൽ ചേട്ടൻ അങ്ങേരെ കാണണോ? അതെന്താ പുള്ളിയുടെ കഴിവിൽ നിങ്ങൾക്കത്ര വിശ്വാസമില്ലാത്തതുപോലെ? കഴിവിൽ നല്ല വിശ്വാസമുള്ളത് കൊണ്ടാ റിസ്ക് എടുക്കണോ? അങ്ങേരെ കണ്ടില്ലെങ്കിൽ ആ റിസ്ക്. പുള്ളിതാ ഇവിടെ വരാറുണ്ട് റെസ്റ്റ് എടുക്കാൻ. അതെ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. നിൽക്കുന്നേ, ആളെ കാണട്ടെ. ഇങ്ങനെയും കുഴപ്പത്തിലാക്കും. എന്താ ഒരു മൂഡ് ഓഫ്? ഇതെനിക്ക് പതിവുള്ളതാ. മേലോട്ട് നോക്കിയിരിക്കുക. ആള് വന്നാ കാണണ്ടേ? അയ്യോ, ദേ ആളെത്തി. എന്നാ പിന്നെ ഞാൻ എന്താ മേൽപോട്ട് നോക്കിയിരിക്കുന്നത്? ചക്ക വീഴാറായോ എന്ന് നോക്കുന്നതാ അല്ലേ? പറഞ്ഞാൽ നടക്കുന്ന ആളെ കാണിച്ചു കൊടുക്കാനല്ലേ താൻ പറഞ്ഞത്? സൂത്രൻ, മുട്ട ഒളിപ്പിക്കാൻ കുഴിച്ചപ്പോ ഒരു പാത്രം കിട്ടി. ഇത് വളരെ പഴയതാണല്ലോ. തന്റെ അപ്പൂപ്പനോ മറ്റോ ഉപയോഗിച്ചതാ. ഇത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ? പാത്രം എറിഞ്ഞു പിടിക്കുന്ന കളിയാണോ? അതല്ലടോ, ഇത് പുരാതനമായ പാത്രമാണെന്ന് പറഞ്ഞ് വിൽക്കാം. പഴയ സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട്, നല്ല വില കിട്ടും. വളരെ പഴയതാ, ഒട്ടേറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പാത്രമാണ്. അതെ അതെ, ഞാനാ കുഴിച്ചെടുത്ത് വിളിച്ചുണർത്തിയത്. പുരാതന 10 ഇറച്ചിക്കഷ്ണം തന്നാൽ പാത്രം തരാം. കാലയ്ക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാക്കാവുന്നതാ. ഇനിയും പോയി കുഴിക്കണോ? താൻ വേണ്ട, അതിന് തൊഴിലാളികളെ കണ്ടുപിടി. നമുക്ക് മേൽനോട്ടം മാത്രം മതി. ഇറച്ചി തിന്നാത്തവര് മതി. അല്ലെങ്കിൽ വിറ്റ് കിട്ടുന്നതിൽ പങ്ക് വയ്ക്കേണ്ടി വരും. കുഴിക്കണം. കുഴിച്ച് എന്ത് സാധനം കിട്ടിയാലും കൊണ്ടുവരണം. വരാം. ആ വന്നല്ലോ. വല്ലതും കിട്ടിയോ? വല്ലതും കിട്ടിയില്ല, അത് പറയാവുന്നതാ. പോയി ഇനിയും കുഴിക്കണോ? കിട്ടിയിട്ടില്ല, അത് പറയാമെന്നതാ. അത് പറയാനായിട്ട് ഇനി വരണ്ട, പോയി കുഴിക്ക്. ചേടാ, ബിസിനസ് പൊളിയുന്നു. ദേ, ആ കുഴിക്കഴുത പിന്നെയും വരുന്നു. കിട്ടി, മിടുക്ക. ഇനി നിനക്ക് 2 മിനിറ്റ് വിശ്രമിക്കാം. 150 വർഷത്തെ പഴക്കമെങ്കിലും കാണും. 20 ഇറച്ചിക്കഷ്ണം തന്നാൽ മതി. എന്താടോ? പാത്രം വേണം. പാത്രം അതൊന്നും നീ അന്വേഷിക്കണ്ട. അപ്പോ ഞാനല്ല, അമ്മയെ അന്വേഷിച്ചത്. അമ്മയോ? ഭൂമി കുഴിച്ച് കിട്ടിയ പാത്രം എന്തിനാ അമ്മയ്ക്ക്? ഭൂമി കുഴിച്ച് കിട്ടിയത് വെള്ളമാ. അതിങ്ങോട്ട് കൊണ്ടുവരാനാ അമ്മ പാത്രം തന്നത്. സൂത്രൻ, ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വരും. എന്നെ കുറിച്ച് അവൻ വലിയ അഭിപ്രായമാ. മണ്ട ഫ്രണ്ട്. ഞാൻ ഈ കാട്ടിലൊരു രാജാവിനെ പോലെയാണെന്ന് അവനറിയാം. ഗുഹയ്ക്ക് കാവൽക്കാരൊക്കെ ഉണ്ട് അല്ലേ എന്ന് അവൻ ചോദിച്ചു. ഉണ്ടെന്ന് ഞാൻ തട്ടി വിട്ടു.
അമ്മേ, മുട്ടമ്പാണി വരുന്നു. അതുകൊണ്ട് ശരി, ഇവിടെ 1 മണിക്കൂർ കാവൽക്കാരനായി നിൽക്കണം. ഓ, ഞാൻ രക്ഷപ്പെട്ടു. തൊപ്പി, വടി, കുന്തം, കത്തി ഇതൊക്കെ പിടിച്ചു വേണം നിൽക്കാൻ. എല്ലാം റെഡിയാക്ക്. എല്ലാം റെഡി. ശരി, ഇതൊക്കെ ഒന്ന് പിടിച്ചു നിൽക്ക്, കാണട്ടെ. തൊപ്പി ലൂസ, മാറ്റണം. പണിയായി. അത് വേണ്ട ചേട്ടാ, തൊപ്പി പൊക്കി വെച്ച് പശ തേച്ച് ലൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി. ഒട്ടിച്ചു. അമ്മി, ഇത് ഊരാൻ പറ്റില്ല സൂത്ര. അതൊക്കെ പിന്നെ നോക്കാം, താനൊന്നും മിണ്ടാതിരി. കുന്തവും വടിയും കൂടി ഒരു കയ്യിൽ പിടിക്കട്ടെ. കുന്തൻ ചുമ്മാ തോളിൽ ചാരി വെച്ചോ. ചാരി വെക്കാൻ പറ്റില്ല, വീഴുകയാ. സൂത്രമുണ്ട്, ഇതും ലൈറ്റായിട്ടൊന്ന് ഒട്ടിക്കാം. ഗമ പോരാ, ഒരു കാൽ പൊക്കി വെച്ച് ഞെളിഞ്ഞു നിൽക്കണോ. ആ, അത് മതി. ശരിവിന്റെ ഒരു ഗതികേടെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം ചേട്ടാ. 10 മിനിറ്റ് കഴിഞ്ഞാൽ അവനെത്തും. കാല് സ്ലിപ്പാവുന്നു. താനാ പുഴക്കരയിൽ പോയി വെയിറ്റ് ചെയ്യും. അവന് വഴി അറിയില്ല. അയ്യോ, അത് പറ്റില്ല. പറ്റില്ലെന്നോ? കാവൽക്കാരനായാൽ അനുസരണ വേണം. അതല്ല, സ്ലിപ്പാവാതിരിക്കാൻ കാൽ ലൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചു വച്ചിരിക്കുകയാ. സൂത്രൻ. ബുദ്ധി വികസിക്കാൻ ഇങ്ങനെ ചില തമാശക്കളികൾ നല്ലതാണ്. എന്താണ് ഓപ്പോസിറ്റ് ഡയലോഗ് എന്ന് ആദ്യം പറയാം. എന്താണ് ദിനം എന്ന് അത് കഴിഞ്ഞ് സൂത്രൻ പറയും. 2 പേർ സംസാരിക്കുമ്പോൾ ഡയലോഗ് പരസ്പരം മാറ്റുക. അതാണ് ഓപ്പോസിറ്റ് ഡയലോഗ്. ഉദാഹരണത്തിന്, ഞാനും ശരിവും കണ്ടാൽ ശരി പറയാൻ സാധ്യതയുള്ള ഡയലോഗ് ഞാൻ പറയും. ഞാൻ പറയേണ്ടത് ശരിവും. ദാ ഇങ്ങനെ. ആ സൂത്ര, ഇന്നെന്താ പരിപാടി? ശരു, കടയം വിളിച്ചിട്ടുണ്ട്, അവിടെ പോണം. എനിക്ക് വൈദ്യരെ ഒന്ന് കാണണം. സൂത്ര, എന്റെ വരകൾ മങ്ങുന്നു. ഏത് വര? തനിക്ക് വരയുണ്ടോ? ഓപ്പോസിറ്റ് ഡയലോഗ്. അയ്യോ, അത് മറന്നു. ശരിയാ, തന്റെ വര മങ്ങി, കാണാനേ പറ്റുന്നില്ല. കേട്ടോ, ഇതാണ് പരിപാടി. ഇന്നത്തെ ദിവസം എല്ലാവരും പരമാവധി ഓപ്പോസിറ്റ് ഡയലോഗ് പറയണം. ഇതിപ്പോ കണ്ടിട്ട് പലർക്കും കാര്യം മനസ്സിലായ മട്ടില്ല. ഏതായാലും നമ്മൾ പറഞ്ഞ് ഇത് വൈറലാക്കണം. ഓക്കെ, ഞാനിന്ന് ഓപ്പോസിറ്റേ പറയും. ശരി, കൂട്ടിൽ മുട്ടയുണ്ട്, ഒരെണ്ണം തിന്നാൻ വേണോ? ശരി, എപ്പോഴും ഈ തോട് മുഴുകത്ത് വെച്ച് നടക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്നോ. ശരി, എന്റെ ഈ തുമ്പിക്കൈ. അയ്യോ, സൂത്രന്റെ കരച്ചിലാണല്ലോ. അയ്യോ, ബോധം കേട്ടോ? അതോ തട്ടിപ്പോയോ? ആ, വൈദ്യരാണെങ്കിൽ സ്ഥലത്തില്ല. കാട്ടുമുത്തപ്പനെ വിളിക്കാം. ആ മരച്ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. കാട്ടുമുത്തപ്പ. ഉണർന്നോ? തലചുറ്റലൊക്കെ മാറിയ സ്ഥിതിക്ക് ഒരു സീരിയസ് കാര്യം പറയാം. ശീരുവിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. വൈദ്യരെ കാണിക്കണം. എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നു. ശരു, എന്തിനാ വിളിച്ചതെന്ന്? ശരു, ബബൻ തല്ലാമിടുന്നു. എന്നെയോ തന്നെയോ? എന്നെ തന്നെ. തുമ്പിക്കൈക്ക് നീളം കൂട്ടാനുള്ള മരുന്ന് തരാമെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞുപോയി. അന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. പുള്ളി അത് വിട്ടിട്ടില്ല. താൻ അതങ്ങ് കൊടുത്തേക്ക് സൂത്ര. തനിക്കെന്തിനാ തുമ്പിക്കൈ മരുന്ന്? എടോ, അതിനങ്ങനെ ഒരു മരുന്നുണ്ടായിട്ട് വേണ്ടേ? ഓ, ഉണ്ടായിട്ട് വേണമല്ലേ ആ മരുന്നുണ്ടാക്കുന്നത്? അതല്ലടോ മണ്ണക്കാരെ, അങ്ങനെ ഒരു മരുന്ന് ലോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. തൽക്കാലം അടികൊള്ളാതിരിക്കാൻ തട്ടിവിട്ടതാ. ഇന്നിനി എങ്ങനെ രക്ഷപ്പെടും? ഐഡിയ. പറ്റിയ തടിയെടുത്ത് ഇതിന്റെ ഇടയ്ക്കിട്. നമുക്കപ്പുറം കടന്ന് രക്ഷപ്പെടാം. ഇത് മതിയാകും. അതൊക്കെ മതിയാകും. ചെറിയ ഗ്യാപ്പല്ലേ. ഞാൻ അപ്പോഴേക്കും ബബ്ബൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ബബ്ബൻ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ പാലം വഴി അപ്പുറത്തേക്ക് ഓടിക്കിടക്കാം. എന്നിട്ട് പാലം വലിക്കാം. അയ്യോ, ദാ വരുന്നു. ശരി, ആ ദ്രോഹി വരുന്നുണ്ട്. വേഗം അക്കരെ കിടക്കാം. എന്നിട്ട് പാലം
ശകലം വലി. താൻ പാല ഇട്ടില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഇത് മതിയാവില്ലെന്ന്. താടി മുഴുവൻ ഇട്ടിട്ട് കുഴി ഫില്ലായില്ലടോ. സൂത്രൻ ഇങ്ങനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാ? മനസ്സിലായില്ല. വല്ലാത്ത മുടയുടച്ചത്. അതിന് പരിഹാരം തേടി വന്നതാ. മുടി മരത്തിന് മുകളിലാണോ കൊഴിഞ്ഞത്? ആ മരത്തിന്റെ ഇലയോ കായോ മരുന്നായി കഴിക്കാനാവും. എന്നാലും അപരിചിതനായ ഒരാൾ ഈ കാട്ടിൽ മരുന്നിനായി വരിക എന്നൊക്കെ പറഞ്ഞാൽ. വൈദ്യരെ, ഞങ്ങളൊരു കരടിയെ കണ്ടു. അതെ, പേര് അപരിചിതൻ. മരത്തിൽ മുടി കൊഴിയുന്ന ആളാ. അതൊന്നുമല്ല, മുടി കൊഴിച്ചിലാണെന്ന് പറഞ്ഞ് മൂക്കൻ കുന്നിനു കിഴക്കുള്ള മരത്തിനടുത്ത് നിൽക്കുന്നു. മുടി കൊഴിച്ചിലിനും മരുന്നിനും ഈ ഭാഗത്തെ ഒരു മരത്തിനും അങ്ങനെ ഒരു ഔഷധ ഗുണമില്ല. എങ്കിൽ നമുക്ക് ആ കരടിയെ ഒന്ന് കാണണം. ആ ഔഷധത്തിന് ഗുണമില്ല എന്ന് പറയാനല്ലേ? അല്ലടോ, നമ്മളോട് അവൻ പറഞ്ഞതൊക്കെ നുണയാ. അവന്റെ ഉദ്ദേശം മറ്റെന്തോ ആണ്. മറ്റൊരു കാട്ടിൽ നിന്ന് വന്നവൻ നമ്മളോട് നുണ പറയണമെങ്കിൽ അവനൊരു ചാരനാകാൻ ചാൻസ് ഉണ്ട്. അയ്യോ, അറിഞ്ഞോ? അപരിചിതൻ കരടി ചാരന. മുടി കൊഴിച്ചിലിന് മരുന്നില്ലാത്ത മരത്തിൽ നിന്ന് മുടി കൊഴിച്ചിലിന് ആ കരടി മരുന്ന് പറിച്ചെന്നു. ചാരൻ എന്ന് പറഞ്ഞാൽ ആരാ? വിവരം ചോർത്താൻ വന്നവൻ. അയ്യോ, ആരുടെയെങ്കിലും വിവരം ചോർന്നോ ആവും. സൂത്രനും ശരിയും കൂടി അങ്ങനെ കാണാൻ പോയിട്ടുണ്ട്. അത് മതി, എല്ലാവരും കൂടി ചെന്ന് അത്രയും വിവരം ചോർത്തണ്ട. ഹമ്പടാ, അതാ അവിടെ തന്നെ ഇരിപ്പുണ്ട്. സത്യം പറ, താൻ ചാരനല്ലേ? ചാരണോ? ഞാനോ? മുടി കൊഴിച്ചിലിന് മരുന്നില്ലാത്ത ഈ മരത്തിന്റെ അടുത്ത് പിന്നെ തനിക്കെന്താ കാര്യം? മരുന്നോ? അതിന് ഞാൻ വള്ളി എടുക്കാൻ വന്നതല്ലേ. കാറ്റടച്ചാൽ വെട്ടുമുടി കൊഴിഞ്ഞു താഴെ വീഴുന്നു. അതൊന്ന് കെട്ടിയുറപ്പിക്കാൻ നീ വള്ളി ബെസ്റ്റ. സൂത്രൻ, എനിക്ക് ഭയങ്കര പേടി. സൂത്ര, ഭയം തന്നെയല്ലേ പേടി? എന്താ പേടി? ഗുഹയിൽ ഭൂതം കേറുമോ എന്നാ പേടി. ഭൂതമോ? സൂത്ര, കരയിൽ വെച്ചുണ്ടാകുന്ന ഭയമാണോ ഭയങ്കര? ഗുഹയിൽ ഭൂതം കേറി എന്ന് ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നമാണോ? ഇതങ്ങനെ തള്ളിക്കളയരുത്, എന്നെ രക്ഷിക്കണം. വെള്ളത്തിലുണ്ടാകുന്ന ഭയത്തെ ഭയമല്ല എന്ന് പറയുമോ സൂത്ര? ഒന്ന് നിർത്തോ. ഇത് എത്രയെന്ന് വെച്ചാ സഹിക്കുന്നത്? നിസ്സാരമാക്കി തള്ളരുത്. രാത്രി ഉറക്കം കിട്ടുന്നില്ല, രക്ഷിക്കണം. ഉറങ്ങാതെയാണോ സ്വപ്നം കണ്ടത്? പറ്റില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടാ. എന്തെങ്കിലും സൂത്രം കൊണ്ടേ കാര്യം നടക്കും. ഒരു വഴിയുണ്ട്. ഗുഹയ്ക്ക് മുന്നിൽ കഴുതയുടെ മുഖം വരയ്ക്കുക. അതെ, ഗുഹയുടെ ചുവരിൽ കഴുതയുടെ മുഖം വരച്ചാൽ ഒരു ഭൂതവും അകത്ത് കയറില്ല. ഇല്ലല്ലേ? ഭൂതത്തെ ഓട്ടിക്കാൻ ഇത്ര എളുപ്പമുള്ള വഴിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കഴുതയിൽ ഭൂതത്തിന് അത്ര പേടിയാണോ സൂത്ര? ഇതൊക്കെ ഒരു സൂത്രപ്പണിയാണോ? ഇത് സംഗതി മാനസികമാ. കഴുതപ്പടം വരച്ചാൽ ഭൂതം വരില്ല എന്ന് ചുമ്മാ പറഞ്ഞതാ. അവന് ധൈര്യം തോന്നിക്കാനുള്ള ഒരു കുറുക്ക് വഴി. സത്യത്തിൽ ഭൂതമൊന്നുമില്ല, ശരിയാ, ഗോസ്റ്റ് ഇല്ല എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. സൂത്ര, ഓടിക്കോ. ഒരാനയ്ക്കും ഭൂതപ്പേടി വന്നു. ഞാൻ തന്റെ കഴുത വിദ്യ പ്രയോഗിച്ചു. പക്ഷെ അത് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒടുക്കത്തെ ചൊറിച്ചിലാണെന്നാ പറയുന്നത്. ചുമരിൽ പടം വരച്ചാൽ അങ്ങേർക്കാണോ ചൊറിച്ചില്? ഗുഹയിൽ ഭൂതം കേറാതിരിക്കാനല്ലേ ഗുഹയുടെ ചുവരിൽ വരയ്ക്കുന്നത്. ഇങ്ങേർക്ക് വായിൽ ഭൂതം കേറുമോ എന്നാ പേടി. മുഖത്തെ ചിത്രം മാച്ചിട്ട് പോടോ മണ്ട. സൂത്രൻ
അജഗജൻ വരുന്നു. കൂടെ അജഗജൻ്റെ ചേട്ടനുമുണ്ട്. വന്യമൃഗങ്ങൾ മാന്യരാണെന്നറിഞ്ഞ് ധന്യനാവാനാണ് ഈ അന്യൻ ശൂന്യതയിൽ നിന്ന് വന്നത്. ചേട്ടൻ നമ്മളെയൊക്കെ കാണാൻ വന്നത് എന്നാണ് അർത്ഥം. എന്താ ചേട്ടൻ്റെ പേര്? ഓ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ പേര് പറയാൻ മറന്നു. എൻ്റെ പേര് അജമാംസൻ. ഹാവൂ, ആശ്വാസം. ഇങ്ങേര് സംസാരിക്കുന്നത് അജഗജനെ പോലെയല്ല. എന്നോട് ക്ഷമിക്കൂ, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ചേട്ടൻ അജഗജനെ പോലെയല്ല എന്ന് പറയുകയായിരുന്നു. എന്നോട് ക്ഷമിക്കൂ, അജഗജൻ ഇടയ്ക്കിടെ ഇവിടെ വരുന്നത് ശല്യമാകുന്നുണ്ടോ? വരുന്നതല്ല, എന്തെങ്കിലും സംസാരിക്കുന്നതാ ശല്യം. അജഗജൻ പറയുന്നത് മിക്കതും ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല. എന്നോട് ക്ഷമിക്കൂ, അത് ഞാൻ അറിഞ്ഞില്ല. ശരു, ഇങ്ങനൊരു പാവമാ. ഒന്ന് വിരട്ടി നോക്കിയാലോ? ഇങ്ങനെ ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്രശ്നവും അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ? നമിക്കുന്നവരോട് ക്ഷമിക്കാൻ ശ്രമിക്കാത്തവരെ ക്ഷമിക്കും വരെ ഹോമിക്കണം. ദാ കേട്ടില്ലേ? ഇത്തരം സംസാരം എത്ര നേരം കേട്ടു നിൽക്കാൻ പറ്റും? എന്നോട് ക്ഷമിക്കൂ, അജഗജനോടും ക്ഷമിക്കൂ. ഞങ്ങൾക്ക് മാത്രമല്ല, കാട്ടിൽ പലർക്കും ഇതേ പരാതിയുണ്ട്. എന്താ പ്രശ്നം? അജഗജന്റെ സംസാരത്തെ പറ്റി പറയുകയായിരുന്നു. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവാറില്ല. എനിക്കും. കേട്ടല്ലോ, കാട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ കാട്ടിലുള്ളവർക്ക് മനസ്സിലാവണം. എന്നോട് ക്ഷമിക്കൂ, ഞാൻ ശരിയാക്കാം. ഹിഹിഹി, മൂപ്പര് ശരിക്കും പകച്ചുപോയി. താൻ എന്നും വന്നോ? എന്നോട് ക്ഷമിക്കൂ, അജഗജന്റെ സംസാരം ഇനി ഒരു പ്രശ്നമാവില്ല. അവനെ പഠിപ്പിക്കുന്ന മാഷ് കാട്ടിൽ വന്ന് ക്ലാസ് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സ്വേച്ഛാധിപതികളെപ്പോലെ ഉച്ചിക്കുന്ന മ്ലേച്ഛന്മാരെപ്പോലും ഇച്ഛാശക്തി കൊണ്ട് സ്വച്ഛന്തം മൂർച്ഛിപ്പിക്കാം. 2 ആഴ്ച ക്ലാസ്സിലിരുന്നാൽ ഇതൊക്കെ പച്ചവെള്ളം പോലെ മനസ്സിലാവും. സൂത്രൻ. എൻ്റെ അമ്മാവൻ ഇന്നലെ ഉറക്കത്തിൽ ഒന്ന് വീണു. ഉറക്കത്തിലേക്ക് വീണു എന്നാണോ ഉദ്ദേശിച്ചത്? അല്ലടോ, അമ്മാവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ നടന്നപ്പോൾ വീണതാ. ഇപ്പൊ നടക്കാൻ വയ്യാതായി. ഉറക്കത്തിൽ നടക്കാൻ വയ്യാതായത് നല്ലതല്ലേ? ഇനി വീടില്ലല്ലോ. ഉറക്കത്തിലല്ല, ശരിക്കും നടക്കാൻ വയ്യാതായെന്ന്. അമ്മാവൻ ഇന്ന് ഇവിടെ വരും. നോക്കാൻ ഒരാൾ വേണം. 2 ദിവസം അമ്മാവൻ ഇവിടെ കാണും. വയ്യാത്ത ആളാ, പിടിച്ചെഴുന്നേൽപ്പിക്കുകയും മറ്റും വേണ്ടി വരും. അതുകൊണ്ട് സഹായത്തിന് ഷേരു നിൽക്കട്ടെ. രക്ഷപ്പെട്ടു. അമ്മാവൻ വരുന്നതിന് മുമ്പ് ശുശ്രൂഷയൊക്കെ ഒന്ന് പരിശീലിച്ചു വെച്ചോ. എങ്ങനെയാ സൂത്ര പരിശീലിക്കുക? വയ്യാത്ത ഒരാളെ കണ്ടുപിടിച്ച് അയാളെ സഹായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ അടുത്തൊരു വയ്യാത്ത പോത്തുണ്ട്. ഇപ്പൊ ഞാനാ നോക്കുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് ചേട്ടൻ നോക്കിക്കോ, പ്രാക്ടീസ് ആവും. ശുണ്ടിക്കാരനാ, പക്ഷേ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പുല്ല് തിന്നാൻ കൊടുത്താൽ മതി. വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. പിടിച്ചെഴുന്നേൽപ്പിക്കണം, നടത്തണം, 3 നേരം തിന്നാൻ കൊടുക്കണം. അത്രേ വേണ്ടൂ. എഴുന്നേൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. എല്ലാം പഠിച്ചല്ലോ, എന്നാ പിന്നെ പ്രാക്ടീസ് നടക്കട്ടെ. ചേട്ടാ, എല്ലാം ഓക്കെ. ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട്. ശരു, ഇതൊക്കെ എന്തിനാ? കൊമ്പിൽ പിടിച്ചാ എഴുന്നേൽപ്പിക്കേണ്ടത്. അമ്മാവന്റെ തലയിൽ ഈ കൊമ്പ് വെച്ച് കെട്ടണം. എന്നാ പിന്നെ ദേഷ്യം വന്നാൽ കൊടുക്കാനുള്ള പുല്ലുമുണ്ട്. സൂത്രൻ. അയ്യോ, ഇന്നും പോയി. എന്താ ചേട്ടാ പ്രശ്നം? വെള്ളം കോരി വെച്ചത് പോയി. കഷ്ടപ്പെട്ട് പുഴയിൽ നിന്നും കോരിക്കൊണ്ടു വന്ന് നിറച്ചതാ. ആരോ രാത്രി വന്ന് മോഷ്ടിക്കുന്നതാ, എനിക്കുറപ്പാ. പാത്രത്തിന് ചോർച്ച കാണും. അതൊന്നുമല്ല, കല്ലിൻ്റെ പാത്രം ചോരുമോ? പാത്രം ചോരില്ല, പക്ഷേ വെള്ളം ചോരും. ഇതിപ്പോൾ പല തവണയായി. ആ കള്ളനെ പിടിക്കണം. കള്ളനെ കിട്ടണോ അതോ വെള്ളം കിട്ടണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? പോയത് പോട്ടെ, നമുക്ക് വെള്ളത്തിന് വേറെ വഴി ഉണ്ടാക്കാം. അതിന് വഴിയിൽ വെള്ളം കിട്ടുമോ? എടോ, താൻ ആ ഡിഗുഴി കരടിയെ വിളിക്ക്. ഇവിടെ അടുത്തല്ലേ. ഇവിടെ ഒരു കിണർ കുഴിച്ചാലോ? മനുഷ്യരുടെ സ്ഥിരം പരിപാടിയാ. മുറ്റത്ത് കിണറുണ്ടെങ്കിൽ എന്തിനാ വെള്ളം ചുമക്കുന്നത്? അത് ശരിയാ. ഡിഗുഴി കുഴിച്ചോളും. ആളെ കിട്ടി. ഡിഗുഴി വന്നു.
ഡിഗുഴി, ഇതാ ഇവിടെ വെള്ളം കിട്ടുമോ? കിട്ടും, പക്ഷെ കുറച്ചു നേരത്തെ പണിയുണ്ട്. പണിതോ, ഞങ്ങൾ പോയിട്ട് വരാം. സൂത്ര, വെള്ളം കിട്ടി. 12 അടി ആഴത്തിൽ കുഴിച്ചിട്ടാ വെള്ളം കണ്ടത്. അമ്പടാ, അപ്പൊ താനാണല്ലേ ഈ പാവത്തിന്റെ വെള്ളം കട്ടെടുത്തത്? അനാവശ്യം പറയരുത്. അതെ, സൂത്രൻ അത് കണ്ടുപിടിച്ചു, അതുകൊണ്ടാ തന്നെ കൊണ്ട് കുഴിപ്പിച്ചത്. അത് ശരി, അപ്പൊ രണ്ടുപേരും ചേർന്നുള്ള കളിയാണോ? പറയടോ, ആരാടോ വെള്ളം കട്ടത്? അയ്യോ, കട്ടെടുത്ത വെള്ളം ഡിഗുഴി ഇവിടെ ഒളിപ്പിച്ചതാണെന്നാ ഞാൻ വിചാരിച്ചത്. സൂത്രൻ, ഇതെന്താ സംഗതി? സഹതാപം വിൽപ്പനയ്ക്ക്. ദാ അവിടെയാണെന്ന് തോന്നുന്നു. കുറച്ചു സഹതാപം വാങ്ങിയപ്പോൾ നല്ല ആശ്വാസം. സഹതാപത്തിന്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണോ ആശ്വാസം? ചേട്ടനാണോ സഹതാപം വിൽക്കുന്നത്? ഹിഹിഹി, അതെ. സത്യത്തിൽ ഇതെന്താ പരിപാടി? പലരും പല പല ദുഃഖങ്ങളിൽപ്പെട്ട് വലയുകയാണല്ലോ. ആരെങ്കിലും സഹതപിച്ചാൽ അവർക്ക് ആശ്വാസം കിട്ടും. അതാ ഞാൻ കൊടുക്കുന്നത്. ഫീസായി ഇഷ്ടമുള്ളത് തന്നാൽ മതി. നിങ്ങൾക്ക് ആർക്കാ സഹതാപം വേണ്ടത്? ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട. ഞങ്ങൾ ദുഃഖത്തിൽപ്പെട്ട് വയലിലല്ല വലയില്ല എന്ന് പറയടോ. എങ്ങനെയുണ്ട് സഹതാപ കച്ചവടം? പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ചേട്ടന്റെ കയ്യിലെ സഹതാപം വിറ്റ് തീർന്നാൽ എന്ത് ചെയ്യും? അതാ ആരോ വരുന്നു. കുറച്ചു സഹതാപത്തിന് വന്നതാ, ഫീസായി മാമ്പഴം തരാം. അകത്തു വാ. ഹിഹിഹി. ഈയിടെ നിറം മങ്ങി വരുന്നു. അത് പറഞ്ഞ് എല്ലാവരും കളിയാക്കുകയാ. അയ്യോ പാവം, നിറം മങ്ങുന്നത് എത്രയോ സങ്കടമാണെന്ന് എനിക്കറിയാം. ആ ദുഃഖം എനിക്കും മനസ്സിലാവും. എൻ്റെ നിറം പണ്ട് കുറേ മങ്ങിയതാ. ചേട്ടാ, ഞങ്ങൾ പിന്നെ വരാം. 2 ആഴ്ചയായി ഇപ്പോഴും സഹതാപ കച്ചവടം പൊടിക്കുകയാ. ഹഹഹ. അയ്യോ പാവം, വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ എന്തൊരു സങ്കടമാണ്. ആ സങ്കടം എനിക്ക് മനസ്സിലാവും. പോട്ടെ എന്ന് കരുതി സമാധാനിക്കാം. അല്ലാതെന്ത് വഴി? ആരാ സഹതാപം വാങ്ങിയത്? ആളെ പുറത്തേക്ക് കാണാനില്ലല്ലോ. നിങ്ങളോ? ബിസിനസ് പൊളിഞ്ഞു. ഒരാഴ്ചയായി ആരും സഹതാപം വാങ്ങുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ സഹതപിച്ചതാ. സൂത്രൻ, പോകുന്നത് കണ്ടില്ലേ? പോകുന്നത് കണ്ടു. എന്താ പ്രശ്നം സൂത്ര? ഇന്നലെ ഒരു കാരണവുമില്ലാതെ എന്നെ കല്ലെറിഞ്ഞവനാ. തെറ്റ് ചെയ്തിട്ട് ഞെളിഞ്ഞു നടക്കുന്നു. ആരും ശിക്ഷിക്കാനില്ല. ശരിയാ, കുറച്ച് ഞെളിഞ്ഞിട്ടുണ്ട്. ഐഡിയ. എടോ, തെറ്റുകാരെ ശിക്ഷിക്കാനായി നമുക്കൊരു പരിപാടി തുടങ്ങിയാലോ? ഒരു തൂണോ? അതെ, ആരെങ്കിലും തെറ്റ് ചെയ്താൽ തൂണിന് മുകളിൽ കയറ്റിയിരുത്താം. ഹിഹിഹി. അതിനിരിക്കാൻ തെറ്റുകാരൻ സമ്മതിച്ചിട്ട് വേണ്ടേ? പേടിപ്പിച്ചു കയറ്റാൻ പറ്റിയ പാവങ്ങളെ ആദ്യം നോക്കാം, ബാക്കി പിന്നെ. ഹിഹിഹി. കാട്ടിൽ നമുക്കൊരു പേരാവും. ഹിഹിഹി. ഇത് തെറ്റ് ചെയ്യുന്നവരെ ഈ തൂണിന് മുകളിൽ 10 മിനിറ്റ് ഇരുത്തണം. തെറ്റ് ചെയ്തു എന്ന് സ്വയം തോന്നുന്നവർക്കും തൂണിൽ കയറാം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? സത്യം പറ. എന്നാൽ തൂണിൽ കയറണം. സത്യം പറഞ്ഞ ഇന്നലെ ഞാൻ ഒരു നുണ പറഞ്ഞു. ഓക്കെ, 10 മിനിറ്റായി. ഇറങ്ങിക്കോ. ഞാൻ ഇന്നലെ അച്ഛൻ്റെ വാലിൽ കടിച്ചു. ചെയ്തത് തെറ്റാ. കയറിക്കോ. ചേട്ടാ, തെറ്റിൻ്റെ വാലിഡിറ്റി എത്ര ദിവസമുണ്ട്? ഇന്നലെ ചെയ്ത ഒരു അബദ്ധത്തിന് ഇന്ന് തൂണിൽ കയറണോ എന്നറിയാനാ. താൻ ആളെ കയറ്റിക്കോ, ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. 10 മിനിറ്റായി, പൊയ്ക്കോ. കയറാൻ വരട്ടെ, മുകളിൽ ആളുണ്ട്. ഒരു പാറ്റ. പാത്രം മാത്രമല്ല, വെള്ളവുമുണ്ട്. തെറ്റു ചെയ്ത ഒരു മീന അതിനകത്ത്. സൂത്ര, ബബ്ബൻ തെറ്റു ചെയ്തു. ഞാൻ തൂണിലിരുത്തി. ബബ്ബനോ? തൂണിലോ? അത് ഏതായാലും നന്നായി. നമ്മുടെ ഐഡിയ വർക്കൗട്ട് ആകുന്നുണ്ട് എന്നർത്ഥം. പക്ഷേ സൂത്ര, എന്നാലും ഒരു ആന തൂണിൽ കാണേണ്ട കാഴ്ചയാ. ഹിഹിഹി. എന്താ പുള്ളി ചെയ്ത തെറ്റ്? അങ്ങേര് ശിക്ഷ തൂണിൽ കൈകുത്തി ചാരി നിന്നു. തൂണൊടിഞ്ഞു. തൂണൊടിച്ചത് തെറ്റാണല്ലോ. വേഗം കാര്യം പറയടോ. എന്തിനാ എന്നോട് ഇരിക്കാൻ പറഞ്ഞത്? സൂത്രൻ, അതെ, നമ്മുടെ കാട്ടിലൊരു പുതിയ ജീവി വന്നിട്ടുണ്ട്. പുതിയ ജീവിയോ? എന്താ പേര്? പേര് ഓർമ്മയില്ല. സ്വന്തം പേര് ഓർമ്മയില്ലാത്ത ജീവിയോ?
അവനല്ല, എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞത്. ഇത്രയും പൊക്കം കാണും, ഇത്രയും തടിയും കാണും. കൊമ്പുണ്ടോ? കൊമ്പില്ല. കണ്ണും വായും ഒക്കെ ഉണ്ടോ? ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. അവൻ പിന്നെയും വരുന്നു. ഇപ്പോഴാ ഓർത്തത്, അവന്റെ പിന്നിൽ ഒരു പുലി ഉണ്ടായിരുന്നു. പുലിയോ? എന്നിട്ട് അവൻ ഓടുകയാണോ? ഓടുകയൊന്നുമല്ല, നടക്കുകയാ. അവന് പേടിയില്ലേ? പേടിയോ? എന്തിന്? കൊള്ളാമല്ലോ, ഒരു പുലി പിന്നാലെ വന്നിട്ടും പേടിയില്ലേ? മിക്കവാറും ആ പുലി അവന്റെ അടിമയായിരിക്കും, അതാ പിന്നാലെ നടക്കുന്നത്. അതിപ്പോ ഞാനും തന്റെ പിന്നാലെ നടക്കുന്നില്ലേ? അത് പക്ഷേ അടിമത്തമല്ലല്ലോ. അടിമൊത്തം തനിക്ക് കിട്ടാറുണ്ടല്ലോ. അടിമൊത്തം എന്നല്ലടോ, അടിമത്തം, അടിമയായി ജീവിക്കൽ. എന്നാലും ആ അടിമത്തപ്പുലി എന്തിനാ അവന്റെ പിന്നാലെ നടക്കുന്നു? അവൻ പിന്നെയും കൂടെ ആരോ ഉണ്ടല്ലോ. ഇവനാണ് ഞാൻ പറഞ്ഞ പുള്ളി. ഇത് കഴുതപ്പുലിയാ? അത് തന്നെ, പേര് കഴുതപ്പുലി. ഞാൻ പറഞ്ഞില്ലേ പേരെന്റെ പിന്നിൽ ഒരു പുലി ഉണ്ടെന്ന്. സൂത്രൻ, അമ്മാവന്റെ മുൻചുണ്ടി മാറാൻ വൈദ്യര് മരുന്ന് തന്നു. 4 മധുരക്കുരു. മധുരക്കുരുവോ? അതെ, തേൻ പോലെ മധുരമുള്ള ഒരു തരം വിത്താ. ഇത് താ അമ്മാവന് കൊണ്ടു കൊടുക്കണം. മുൻചുണ്ടിക്കാരൻ അമ്മാവനല്ലേ? ഞാൻ തന്നെ പോണോ? വേണം. ഞാനേ അല്പം തിരക്കില്ല. കൂട്ടിനി പയ്യനെ കൊണ്ടുപോയിക്കോ. വേറൊരമ്മാവന്റെ മോന. എനിക്കും വേണം മധുരക്കുരു, എനിക്കും വേണം മധുരക്കുരു. അതിനെ ആദ്യം മുൻചുണ്ടി ഉണ്ടാവണം. എനിക്ക് മധുരക്കുരു വേണേ. ഇത് മുൻചുണ്ടിയാണോ സൂത്ര? ഒരെണ്ണം കൊടുത്ത് ശല്യം ഒഴിവാക്കാം. ഭാഗ്യത്തിന് 5 എണ്ണം ഉണ്ട്. അമ്മാവന് മരുന്നിന് 4 വേണ്ടു. മധുരക്കുരു വേണേ. ഒരെണ്ണം തരാം, പിന്നെ ചോദിക്കരുത് കേട്ടല്ലോ. ചോദിക്കില്ല. ഇപ്പൊ തിന്നരുത്. മൂക്കം കുന്നിന്റെ അടുത്തുള്ള പാറയുടെ മുന്നിലെത്തിയാലേ തിന്നാവൂ. ഇപ്പോഴേ തീർത്താൽ പിന്നെ ചോദിക്കും. ഇവന് നടക്കാൻ മടിയാ, തോളിലിരുത്തണം. പാറ എത്തിയോ? തിന്നട്ടെ? എത്തിയിട്ടില്ല, ഇപ്പൊ എത്തും. പാറ എത്തിയോ? തിന്നട്ടെ? എത്തി, തിന്നോ. ഹിഹിഹി. അയ്യോ, ഒരു കാര്യം മറന്നു. സൂത്ര, ജലദോഷിക്കുന്നിന്റെ തെക്ക് ഭാഗത്തല്ലേ അമ്മാവന്റെ ഗുഹ? അല്ല, കിഴക്ക. തെക്ക് ഭാഗത്തുള്ളത് വാലുമുറിഞ്ഞ അമ്മാവനാ. അയ്യോ, പിന്നെ മറന്നു. സൂത്ര, മധുരക്കുരു കഴിക്കേണ്ട വിധം പറഞ്ഞില്ല. ദിവസത്തിൽ 1 എണ്ണം വെച്ച് 4 ദിവസം. അമ്മാവന് മരുന്നിന് 4 മധുരക്കുരു തന്നിട്ടുണ്ട്. കുരു എവിടെ പോയി? പാറ കണ്ടപ്പോ ഞാൻ തിന്നു. അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ പിന്നെ 4 തവണ പാറ കണ്ടല്ലോ. എടാ ദ്രോഹികളെ, അവിടെ നില്ലടാ. സൂത്ര, അയ്യോ അച്ഛാ, ഇറങ്ങാൻ പറ്റുന്നില്ലേ? അച്ചോ, സഹായിക്കണേ. എടോ, മോൻ കരയുന്നത് കേട്ടില്ലേ? കേട്ടു. എന്നിട്ടെന്താ താൻ ഒന്നും ചെയ്യാത്തത്? ചെയ്യുന്നുണ്ടല്ലോ. എന്തു ചെയ്യുന്നുണ്ടെന്ന്? ഞാൻ ഉറ്റുനോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ കുറേ നേരം ഉറ്റുനോക്കിയാൽ അവന് തനിയെ ധൈര്യം വന്ന് താഴെ ഇറങ്ങും. ഇറങ്ങുമ്പോൾ വീണാലും ഉറ്റുനോക്കണോ? വരുന്ന വഴിക്ക് ഇവനൊരു മുൾക്കൂട്ടിൽ പെട്ടു. ഇതുപോലെ കരച്ചിലായിരുന്നു. അപ്പോഴും ഞാൻ ഇതുപോലെ ഉറ്റുനോക്കി നിന്നതേയുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കൂളായി പുറത്തു വന്നു. കൊള്ളാമല്ലോ, എനിക്കും പഠിക്കണം ഉറ്റുനോക്കാൻ. ഹിഹിഹി. എടോ, തനിക്ക് വല്ല കീർക്കുമുണ്ടോ? ഇതൊന്നും വിശ്വസിക്കരുത്. എനിക്ക് വിശ്വാസം തോന്നി സൂത്ര. ഇതുപോലെ കുറേ തട്ടിപ്പുകാർ ഇറങ്ങും നമ്മളെ പറ്റിക്കാൻ. അതാ പയ്യൻ താഴെ ഇറങ്ങി ഉറ്റുനോക്കിയത് കൊണ്ടാ ഇപ്പൊ തനിക്ക് വിശ്വാസമായോ? സൂത്ര, ഞാൻ ഉറ്റുനോക്കുന്ന വിദ്യ പഠിച്ചിട്ട് വരാം. താൻ തൻ്റെ ഇഷ്ടം പോലെ ചെയ്. ഉറ്റുനോക്കി താഴെ ഇറക്കാൻ ഞാൻ തന്നെ വേണമെന്നില്ല, ആർക്കും പറ്റും, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. ഓ, അത് ശരി. സൂത്ര, ഞാൻ ഒരുത്തനെ ഉറ്റുനോക്കി താഴെ എത്തിച്ചു. ഒരു പോത്ത് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടു. ഞാൻ ചെന്ന് കുറേ നേരം ഉറ്റുനോക്കി. പോത്ത് താഴെ എത്തി. എങ്കിൽ താൻ ഉറ്റുനോക്കി രക്ഷപ്പെടുത്തുന്നവരുടെ ഗ്രൂപ്പിൽ ചേർന്നു.
രക്ഷപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. പുഴയിൽ വീണിട്ട പോത്ത് കരഞ്ഞത്. ഉറ്റുനോക്കിയപ്പോൾ വെള്ളച്ചാട്ടം വഴി താഴെയെത്തി.